കുറച്ചു നാൾ മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ നിരീശ്വരവാദിയുടെ വിവാഹം മത ആചാരപ്രകാരം നടന്നത് വലിയ വാർത്തയും വിവാദവും ആയി. സോഷ്യൽ മീഡിയയിൽ മതവിശ്വാസികൾ ഇത് നിരീശ്വരവാദികൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചു. നിരീശ്വരവാദികളിൽ തന്നെ രണ്ട് തട്ട് തിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തി. നിരീശ്വരവാദികളുടെ വാക്ക് ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന്. വാക്കിന് വിലയില്ലാത്തവർ, നിലപാട് ഇല്ലാത്തവർ, അവസരവാദികൾ, ഇങ്ങനെ എല്ലാം പറഞ്ഞ് മതവിശ്വാസികൾ നിരീശ്വരവാദികളെ പരിഹസിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ കാണുവാൻ കഴിഞ്ഞു. നിരീശ്വരവാദികളിൽ തന്നെ ഒരു വിഭാഗം ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മത ആചാരപ്രകാരം വിവാഹിതനായ നിരീശ്വരവാദിയെ സോഷ്യൽ മീഡിയയിൽ ട്രോളുന്ന കാഴ്ചകളും കണ്ടു. മതവിശ്വാസത്തെ എതിർക്കുന്ന നിരീശ്വരവാദികൾ എന്തിന് മത ആചാരപ്രകാരം ജീവിക്കുന്നു എന്ന ചോദ്യം തികച്ചും ന്യായമായ ഒന്നാണ്. പറയുന്ന ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്തവർ എന്തിനാണ് ഇത്തരമൊരു ആശയം കൊണ്ട് നടക്കുന്നത് എന്ന ചോദ്യവും തികച്ചും ന്യായമാണ്. ഇതിനെല്ലാം ന്യായമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് മുൻവിധികളില്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിയൂ. സ്വതന്ത്ര ചിന്തയുടെ ഫലമായി ഒരു ആശയമാണ് നിരീശ്വരവാദം. എന്താണ് നിരീശ്വരവാദ ആശയം മുന്നോട്ട് വെക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്തവരാണ് ഇന്ന് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ പോലും കൂടുതൽ. അവരുടെ ചിന്ത നിരീശ്വരവാദം എന്നാൽ ദൈവമില്ല എന്ന് പറയുന്നതും മതത്തെയും മതവിശ്വാസത്തെയും അന്ധമായും പൂർണ്ണമായും എതിർക്കുക എന്നതും മാത്രമാണ്. നാസികവാദം എന്നാണ് ഒരു സാധാരണ മതവിശ്വാസിയുടെ അതേ ചിന്തയും അറിവും മാത്രമാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഇവർക്കുമുള്ളത്. അതുകൊണ്ടാണ് ഈ വിവാഹ വിഷയത്തിൽ അവർ മതവിശ്വാസികളെ പോലെ തന്നെ ചിന്തിക്കുന്നതും. ഇവിടെ നിരീശ്വരവാദികളും മതവിശ്വാസികളും ഒരേപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരീശ്വരവാദം എന്നാൽ ഇങ്ങനെയേ ജീവിക്കാവൂ, ഇങ്ങനെയേ പ്രവർത്തിക്കാവൂ, എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം, ഒരേപോലെ പ്രവർത്തിക്കണം, ഒരേപോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് കുറെ അധികം നിയമങ്ങളും നിയന്ത്രണങ്ങളും എതിർപ്പെടുത്തുന്ന ഒരു സംവിധാനം അല്ല നിരീശ്വരവാദം. എന്താണ് നിരീശ്വരവാദം എന്ന് കൂടുതൽ അറിയാൻ നിരീശ്വരവാദികൾക്ക് ഒരു നിയമാവലി ഉണ്ടോ എന്ന ഈ ചാനലിലെ ആദ്യ ഓഡിയോ ബുക്ക് കേൾക്കുക. കുറെ അധികം നിയമങ്ങളും നിയന്ത്രണങ്ങളും എതിർപ്പെടുത്തിയാൽ പിന്നെ മതവിശ്വാസവും നിരീശ്വരവാദവും തമ്മിൽ എന്ത് വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ ആയില്ലേ? നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ എന്തിലും യുക്തിപരമായി ചിന്തിച്ചു നോക്കുക. അതിന് പോലും ശ്രമിക്കാതെ ഒരു വിഷയത്തിൽ കയറി മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കയറി തീരുമാനങ്ങൾ എടുക്കുന്നവർ എങ്ങനെ നിരീശ്വരവാദികളാക്കും എന്ന് അവർ തന്നെ ചിന്തിക്കുക. കാരണം നിരീശ്വരവാദം എന്നാൽ ഏത് വിഷയത്തിലും സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നതാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം തന്നെ. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്തയും യുക്തിപൂർവമായി അല്ലാത്ത ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് യുക്തിപരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നവരെ എങ്ങനെ നിരീശ്വരവാദികൾ എന്ന് പറയുവാൻ കഴിയും? ഇനി വിഷയത്തിലേക്ക് വന്നാൽ നിയമാവലികൾക്കും ചട്ടക്കൂടുകൾക്കും അനുസരിച്ച് ജീവിക്കുക എന്നതല്ല നിരീശ്വരവാദം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ജീവിത രീതി അല്ല നിരീശ്വരവാദം എന്ന് പറയുന്നത്, മറിച്ച് അത് ഒരു സ്വതന്ത്ര ചിന്ത രീതി മാത്രമാണ്. സ്വതന്ത്രമായി ചിന്തിക്കുവാനും അതുവഴി വ്യക്തിപരവും യുക്തിപൂർവവുമായ തീരുമാനങ്ങൾ എടുത്ത് സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് സ്വയം തീരുമാനിച്ചുവാൻ മനുഷ്യന് പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യം അനുവാദിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്ത രീതി മാത്രമാണ് നിരീശ്വരവാദം. വ്യക്തി സ്വാതന്ത്ര്യമാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം തത്വം തന്നെയും. അതിനാൽ തന്നെ എവിടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നോ അവിടെ നിരീശ്വരവാദവും ഇല്ലാതാകുന്നു. കാരണം സ്വതന്ത്ര ചിന്തക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതെ നിലനിൽപ്പില്ല. സ്വതന്ത്ര ചിന്ത ഇല്ലെങ്കിൽ നിരീശ്വര ചിന്തയുമില്ല. മനുഷ്യനെ നിയന്ത്രണങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും ഉള്ളിൽ ആക്കുന്ന ഏത് പ്രവൃത്തിയും വ്യക്തി സ്വാതന്ത്ര്യതയും സ്വതന്ത്ര ചിന്തയും ഇല്ലാതാക്കുന്നു. അങ്ങനെ അവിടെ നിരീശ്വരവാദ ആശയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ഇല്ലാതാകുന്നു. അപ്പോൾ ഇനി ചിന്തിക്കുക, ഒരു നിരീശ്വരവാദി ആയാൽ അവന് മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും തന്നെ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയല്ലേ? കാരണം അവിടെ അവൻ അത് ചെയ്യുന്ന സഹചര്യമാണ് നോക്കേണ്ടത്. മതവിശ്വാസം കൊണ്ടായിരിക്കില്ല അവൻ അത് ചെയ്യുക. മതവിശ്വാസികളായ അവന്റെ കുടുംബക്കാരുടെ താൽപര്യങ്ങളെ കൂടി കണക്കിലെടുത്തായിരിക്കും അവൻ ഈ മതപരമായ ആചാരങ്ങൾക്ക് നിന്ന് കൊടുക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിന് സ്ഥാനം നൽകുന്ന സ്വതന്ത്ര ചിന്തയിൽ അവൻ ഇത് ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞ് മതവിശ്വാസങ്ങളെ പോലെ പലവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ പാടില്ല നിരീശ്വരവാദത്തിൽ എന്ന സത്യം നിരീശ്വരവാദികൾ എങ്കിലും മനസ്സിലാക്കുക. പിന്നെ വിവാഹം പോലുള്ള പൊതുസമൂഹത്തിന്റെ ഭാഗമായ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്.
അപ്പോൾ അവൻ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റ് മനുഷ്യരെയും അവന് പരിഗണിക്കേണ്ടിവരും. ഇല്ലെങ്കിൽ മനുഷ്യന് സാമൂഹിക ജീവിതം സത്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലത്തെ മതഭൂരിപക്ഷമായ സമൂഹത്തിൽ ജീവിക്കുന്ന നിരീശ്വരവാദികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും തന്നെ മാത്രമായി അല്ലാതെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളിലും ഒരു വിട്ട് വീഴ്ച മനോഭാവം കാണിക്കേണ്ടി വരും. അതല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ് പിടിവാശി കൊണ്ടിരുന്നാൽ ഒരേ സമയം അവൻ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പുല്ലുവില നൽകുകയും മതങ്ങൾ തങ്ങളുടെ വിശ്വാസികളിൽ അവരുടെ ആശയങ്ങൾ ഒരു വിട്ട് വീഴ്ചയുമില്ലാതെ അടിച്ച് ഏൽപ്പിക്കുന്ന പ്രവൃത്തി പോലെ നിരീശ്വരവാദികളും ചെയ്താൽ നിരീശ്വരവാദവും മതവിശ്വാസം പോലെയായിത്തീരും. അങ്ങനായാൽ മതവിശ്വാസവും നിരീശ്വരവാദവും തമ്മിൽ എന്ത് വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ ആയില്ലേ? മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് അവൻ തന്റെ സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യം മാത്രം നോക്കിയാൽ പോരാ, തന്റെ സഹജീവികൾ ആയ മനുഷ്യരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൽ ആരോഗ്യപരമായി നിലനിൽക്കുവാൻ മനുഷ്യന് കഴിയൂ. അതിന് കഴിയാത്ത സമൂഹങ്ങളിൽ നിന്നുമാണ് ഏകാധിപതികൾ ജന്മമെടുക്കുന്നതും. മതങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല നിരീശ്വരവാദികൾ മതവിശ്വാസത്തെ എതിർക്കുന്നത്. അതിനും അപ്പുറം, അതിനേക്കാൾ അപ്പുറം മറ്റൊരു കാരണവും കൂടിയുണ്ട്. മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സ്വന്തം ജീവിതം സ്വയം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുവാനും അത് അനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കുവാനും മനുഷ്യനെ മതങ്ങൾ അനുവദിക്കുന്നില്ല എന്നതും ഇതുവഴി മനുഷ്യന്റെ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് മതങ്ങൾ ചെയ്യുന്നത് എന്ന പൊതുസത്യം പൊതുസമൂഹത്തിന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. അതുവഴി സമൂഹത്തിന്റെ ധാർമ്മിക ചിന്ത രീതിയെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു പുരോഗമന സമൂഹം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക എന്നതാണ് നിരീശ്വരവാദത്തിന്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ഈ ആശയത്തിന് നേർവിപരീതമായ മതവിശ്വാസത്തെ നിരീശ്വരവാദം തള്ളിക്കളയുന്നതും എതിർക്കുന്നതും. എന്നാൽ എന്താണ് നിരീശ്വര ആശയം എന്നും എന്താണ് അത് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമെന്നും ഒരു അറിവുമില്ലാതെ നിരീശ്വരവാദം എന്നാൽ ദൈവമില്ല എന്ന് പറയുന്നതും മതത്തെ എതിർക്കുന്നതും മാത്രമാണ് എന്നാണ് പല നിരീശ്വരവാദികൾ അടക്കം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ എന്ന് സ്വയം പറയുന്നവർ പോലും ഒരു നിരീശ്വരവാദി മതപരമായ ഏത് എന്തിലും ഒരു ചടങ്ങിൽ പങ്കുചേരുകയോ മതപരമായ ഏത് എന്തിലും ഒരു ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയോ ചെയ്താൽ മുന്നും പിന്നും നോക്കാതെ നിരീശ്വരവാദികൾക്ക് ഇത് ഒന്നും പാടില്ല എന്ന മുൻവിധിയോടെ കൂടി ഒരു വിഷയത്തിൽ അതിന്റെ ന്യായവാദങ്ങൾ ഒന്നും നോക്കാതെ യുക്തിപരമായി ചിന്തിക്കാതെ നിരീശ്വരവാദ ആശയത്തിന് നേർവിപരീതവുമായി മണ്ടൻ നിലപാടുകളിൽ എത്തുന്നത്. മനുഷ്യന് തന്റെ ജീവിതം എങ്ങനെ സുഖകരമായും സന്തോഷപ്രദമായും ജീവിക്കാം, അതിന് എന്ത് എല്ലാം വേണമോ അത് എല്ലാം അവന് സഹജീവികൾക്ക് ദോഷം വരാതെ ചെയ്തു ജീവിക്കാം എന്ന പൂർണ്ണമായ വ്യക്തി സ്വാതന്ത്ര്യം അനുവാദിക്കുന്ന നിരീശ്വരവാദത്തെക്കാൾ മഹത്തരമായ ഒരു ആശയവുമില്ല. അതിനാൽ തന്നെ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്ന മതത്തിന്റെ അബദ്ധ സിദ്ധാന്തത്തിലേക്ക് തരം താഴ്ത്തി നിരീശ്വരവാദ ആശയത്തെ മറ്റ് ഒരു മതവിശ്വാസമാക്കി മാറ്റാതെ ഇരിക്കുക എന്നതാണ് നിരീശ്വരവാദികൾ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർ ചെയ്യേണ്ടത്.